ഇപ്പോൾ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ശ്രീ കെ എസ് ഹംസയാണ് നമ്മൾക്കൊപ്പം ഉള്ളത്. ശ്രീ ഹംസ, സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും വരാൻ തയ്യാറായതിനും പ്രത്യേകം നന്ദി പറയട്ടെ. എനിക്കറിയാം, ഇപ്പോൾ താങ്കൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. ദീർഘകാലം ലീഗിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ്. ഞാൻ പറയുന്നതിൽ പെശകളുണ്ടെങ്കിൽ താങ്കൾ തിരുത്തി തന്നെ പറഞ്ഞോളൂ. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റൊക്കെയായി പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഈ പൊന്നാനി അടക്കമുള്ള മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളിലൊക്കെ നല്ല പരിചയം. അതുപോലെ തന്നെ ഈ പൊന്നാനി മണ്ഡലത്തിൽ തന്നെ താങ്കളുടെ ബന്ധുക്കളുമൊക്കെ ഒരുപാട് പല നിലയ്ക്കും പലയിടത്തായി താമസിക്കുന്നതൊക്കെ ആയിട്ടുള്ള വിവരങ്ങളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, ഇന്നലെയാണല്ലോ പ്രഖ്യാപനം വന്നത്, ഇന്നത്തെ ഒരു അനുഭവം, ആദ്യ ദിനമാണ്, എന്തായിരുന്നു ഒരു പൊതു അനുഭവം ഞങ്ങളുമായി പങ്കുവെക്കാനുള്ളത്? ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ഇന്നലെ ഒരു പ്രസ് മീറ്റോട് കൂടിയായിരുന്നു ആരംഭം. അതിൽ എനിക്ക് വലിയ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഇന്നലെ പ്രസ് മീറ്റിൽ മാധ്യമപ്രതിനിധികൾ ഉന്നയിച്ച സംശയങ്ങളും ആ സംശയങ്ങളുടെ നിവാരണമായി പോയപ്പോൾ ഒരു വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടായത്. അതിനുശേഷമുണ്ടായ റോഡ് ഷോ, ഇന്ന് കാലത്ത് മുതൽ തന്നെ തൃത്താല നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ നടത്തിയ പര്യടനം, അതൊക്കെ വർദ്ധിച്ച ആവേശമാണ് ജനങ്ങളിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. ഞാനൊരു നിരവധി കാലം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നിയന്ത്രിച്ച ഒരു പരിചയമുണ്ട് എനിക്ക്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും ഞാനൊരു പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അതുമാത്രമല്ല, അത് മുമ്പും അങ്ങനെ ഒരുപാട് കാലത്തെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പൊന്നാനിയുടെ ഗ്രാമാന്തരങ്ങളിൽ അടങ്ങാത്ത ഒരു വിദ്വേഷം തളം കെട്ടി നിൽക്കുന്നുണ്ട് എന്നാണ്. അവരത് പ്രകടിപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ ഒരു തരംഗമുണ്ടായിരുന്നു എന്നത് ശരിയാണ്. അതിനു മുമ്പ് അബ്ദുറഹ്മാൻ മത്സരിച്ച സമയത്ത് ഏറെക്കുറെ ഒരു 23,000-25,000 വോട്ടിൻ്റെ മാർജിനാണുള്ളത്. ആ മാർജിൻ ഇന്ന് പ്രസക്തമല്ല. കാരണം അന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യവും ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അന്ന് മോഡിയെയും സംഘപരിവാർ പ്രവൃത്തിയെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയാൽ കയറാനിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു മുന്നണി മാത്രമായിരുന്നു. സംഘപരിവാറിനെ താഴെ ഇറക്കിയാൽ പകരം കോൺഗ്രസ് എന്ന ഒറ്റ മൂല്യേ അന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് സാഹചര്യങ്ങൾ മാറി. സംഘപരിവാറിനെ താഴെ ഇറക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ഇന്ത്യ എന്ന സഖ്യമാണ്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു മഹാകൂട്ടായ്മ. ഇന്ത്യ സഖ്യത്തിൽ പ്രബലമായി നിൽക്കുന്നത്, അവിഭാജ്യ ഘടകമായി നിൽക്കുന്നത് ഇടത് ജനാധിപത്യ മുന്നണി കൂടിയാണ്. അതുകൊണ്ട് സംഘപരിവാറിന് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇടതുപക്ഷ മതേതര മതനിരപേക്ഷ ശക്തികളിലും മറ്റ് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിലും വലിയ വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോഡിക്ക് പകരം കോൺഗ്രസ് എന്ന ആ ഇക്വേഷൻ മാറിപ്പോയി. പകരം മോഡിക്ക് പകരം ഇന്ത്യ എന്നതാണ് പുതിയ സാഹചര്യം. ഈ സാഹചര്യം ജനങ്ങളിൽ ഏശിയിട്ടുണ്ട്, അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ രാഷ്ട്രീയത്തിൽ സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പിൽ ഒരു വിധിയും കേന്ദ്രത്തിലേക്ക് മറ്റൊരു വിധിയുമാണ് ഉണ്ടായിരുന്നത്, ജനവിധി. ഇനി അതിന് പ്രസക്തമല്ല. കേരളത്തിലുണ്ടായ ഇടത് ജനാധിപത്യ മുന്നണിക്കുള്ള മേൽക്കോയ്മ പാർലമെൻറ്റ് ഇലക്ഷനിലും ഇനി പ്രകടമാകാൻ പോവുകയാണ്. കാരണം ഇതുതന്നെയാണ്, ഈ കോൺഗ്രസ് അല്ല, മോഡിക്ക് പകരം വരാനുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ അവിഭാജ്യ ഘടകമാണ് ഇടത് ജനാധിപത്യ മുന്നണി. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇടത് ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഉണ്ടല്ലോ, രണ്ടും ആവാമല്ലോ, രണ്ടും ഇന്ത്യ സഖ്യത്തിലാണല്ലോ എന്ന് പറഞ്ഞേക്കാം. പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായ ജനത അവർ ചിന്തിക്കുന്നതിൽ കുറച്ചും കൂടി പ്രാഗൽഭ്യം പുലർത്തുന്നവരാണ്. അവർ നോക്കിക്കാണുന്നുണ്ട്, കഴിഞ്ഞ 5-6 മാസത്തിനും ഉള്ളിൽ അല്ലെങ്കിൽ 1-2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ മതനിരപേക്ഷതയിൽ ഊന്നിയുള്ള നിലപാടുകൾ എടുത്ത പ്രസ്ഥാനം ഏത് എന്നാണ്. ഇപ്പോൾ മോഡി പറയുന്നത് തന്നെ ഏറ്റുപറയുന്നവർ പകരം കയറുന്നതിൽ കാര്യമില്ലല്ലോ. മോഡിയെ താഴെ ഇറക്കിയാലും
മോഡി പറയുന്ന മുദ്രാവാക്യം ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ, UAP കാര്യത്തിൽ, NIA കാര്യത്തിൽ, മാത്രമല്ല രാമക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ, ഗസയുടെ കാര്യത്തിൽ, പാലസ്തീൻ വിഷയത്തിൽ എത്ര ഇഷ്യൂസ് ഉണ്ട്. അതിലൊക്കെ മോഡി പറയുന്നത് തന്നെ ആവർത്തിച്ച് പറയുന്നവർ മോഡിക്ക് പകരം കയറുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അത് ജനങ്ങൾ തിരിച്ചറിയും. ഓക്കെ, അപ്പോൾ മോഡിയെ അധികാരത്തിൽ നിന്ന് താഴോട്ട് ഇറക്കേണ്ടതുണ്ട്. ഇറക്കിയാൽ പകരം കയറാനുള്ള ഇന്ത്യ സഖ്യമാണ്. ഇന്ത്യ സഖ്യത്തിൽ പാർലമെന്റിൽ ഉറച്ച നിലപാടെടുത്ത് നിൽക്കണമെങ്കിൽ ഇടതു മതനിരപേക്ഷ ശക്തികൾ കയറേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ജനങ്ങൾക്ക് ശ്രീ ഹംസ, താങ്കൾ പറഞ്ഞു വന്നത് ആ ഒരു ദേശീയ രാഷ്ട്രീയം വളരെ ഫലപ്രദമായി വളരെ ശക്തമായി ചർച്ച ചെയ്യുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ മണ്ഡലങ്ങളുടെ ഒരു പൊതു സ്വഭാവം പൊന്നാനി വളരെ ശക്തമായി കാഴ്ചവെക്കും, മലപ്പുറം കാഴ്ചവെക്കും എന്ന് പറയുന്നിടത്തേക്കാണ് താങ്കൾ എത്തുന്നത്. അവിടെയാണ് താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ വിജയസാധ്യത അല്ലെങ്കിൽ ഇത്തവണ മാറ്റം എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അതിൽ നിന്ന് മറ്റൊന്നുകൂടിയുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം KPCC UDF എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ 25,000 വോട്ടിന്റെ കഴിഞ്ഞ തവണത്തെ അബ്ദുറഹ്മാന്റെ 23,000 വോട്ടിന്റെ കഴിഞ്ഞ അബ്ദുറഹ്മാന്റെ 23,000 വോട്ടിന്റെ മേൽക്കോയ്മ പ്രശ്നമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് കാരണം ഇന്ത്യൻ സാഹചര്യം മാറിയതുകൊണ്ട് ആ മേൽക്കോയ്മ പോയി പകരം വലിയ ഭൂരിപക്ഷം ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്.